الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും നമുക്ക് ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയത്തിനാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്ത സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ 2 പാർട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളല്ല. ഹിസ്ബുല്ലാഹ്, ഹിസ്ബു ശൈത്വാൻ. അള്ളാഹുവിന്റെ പാർട്ടി, ശൈത്താന്റെ പാർട്ടി. അള്ളാഹു നൽകിയ മാർഗദർശനത്തെ സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഹിസ്ബുല്ലാഹ്. ആ നിയമങ്ങളെ വകവെക്കാതെ അവനവന്റെ ചിന്തയും ദർശനങ്ങളും വലുതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ധിക്കാരികളായി ജീവിക്കുന്നവരാണ് ഹിസ്ബു ശൈത്വാൻ. ഹിസ്ബുല്ലക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും വളരെ കൃത്യമായ മാർഗദർശനം പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ എന്ന് പറയുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും വളരെ കൃത്യമായ മാർഗദർശനം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം തുടങ്ങി ജീവിതത്തിന്റെ ഒരു രംഗത്തും ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ ഇല്ലാത്തതായിട്ടില്ല. നമ്മളൊരു കാലത്ത് രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചൊന്നും വളരെ കൃത്യമായി സമൂഹത്തോട് പറയാറില്ലായിരുന്നു. കാരണം അന്ന് ഖുർആൻ എന്താണെന്നോ പ്രമാണങ്ങൾ എന്താണെന്നോ പോലും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സമൂഹം എന്നതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റോ പ്രാധാന്യത്തോടു കൂടി പറയാറില്ല എന്ന് മാത്രം. പക്ഷെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും
മാർഗദർശനം നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ വ്യക്തികളെ സംസ്കരിക്കുകയും അവരെ വ്യക്തികളെയും വ്യക്തികളടങ്ങുന്ന സമൂഹത്തെയും ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിന് അർഹരാക്കി തീർക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ നിയോഗമനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു രംഗവും പ്രവാചകന്മാർ വിട്ടുപോയിട്ടില്ല. ആരാധനാ കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെ ചെയ്യണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കും. എന്നാൽ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ഭൗതിക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കും. ആ പാടില്ല എന്ന് വിരോധിച്ച കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ ഭക്ഷണ കാര്യത്തില് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, പന്നി മാംസം പാടില്ല, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തേച്ചയുള്ള മാംസങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്തത് വേറെ പറയും. ആ പാടില്ലാത്തത് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അനുവദനീയാണ്. ഇതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോ ഇന്ന വസ്ത്രം, പട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല, നെയ്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല, നേലടിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് പറഞ്ഞാൽ പിന്നെ അത് അപ്പുറമുള്ളതൊക്കെ അനുവദനീയാണ്. ഇങ്ങനെയാണ് ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ കാര്യം പറയാം. അപ്പൊ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുക, ഇതൊക്കെ ഭൗതിക ലോകത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ എന്തൊക്കെ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അനുവദനീയാണ്. ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോ അതിനെങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് കൃത്യമായി ഒരു ഇബാദത്ത് പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം കെട്ടി സലാം വീട്ടുന്നത് വരെ കൃത്യമായി പഠിപ്പിച്ചതുപോലെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സൗകര്യപ്രദമായ ഏത് രീതിയിലും നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാം എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. പ്രവാചക തിരുമേനിയിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അമീറായി തെരഞ്ഞെടുക്കുന്നത് ബൈഅത്തിലൂടെയാണ്. ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തിലൂടെയാണ്. എനിക്ക് ശേഷം ഇന്നാള് ഖലീഫയായി വരണമെന്ന് അത് ജനങ്ങളെല്ലാം അംഗീകരിച്ചു. അപ്പൊ വസിയത്തിലൂടെയാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത് 6 അംഗ സമിതിയെ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, ഇവരിൽ ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാമെന്ന് പറയാണ്. നാമനിർദ്ദേശത്തിലൂടെയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷ ബൈഅത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് രൂപത്തിലും നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതിന് രാജഭരണമാണെങ്കിലും വിശുദ്ധ ഖുർആനില് വഖാല ലഹും നബിയ്യുഹും ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക, അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുൽക്ക് നൽകുന്നു, അധികാരം നൽകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അത് എടുത്തു കളയുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ രാജാധികാരവും ജനങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ രാജഭരണവും ഇസ്ലാം അനുവദിച്ചത് തന്നെയാണ്. അപ്പൊ കൃത്യമായ ഒരു നിർദ്ദേശമില്ല. നേരെ മറിച്ച് അവിടെ ഇസ്ലാമിക നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എനിക്ക് നേതാവാകണം, ഞാനാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുമ്പോട്ട് വരാൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ജനാധിപത്യ സംവിധാനമാകുമ്പോ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും. ഞാനാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് അർഹൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് ഒരാൾ പറയാൻ പാടില്ല എന്നാ. നേരെ മറിച്ച് കക്ഷി രാഷ്ട്രീയത്തിലാകുമ്പോൾ ഒരു പാർട്ടിക്കാരെല്ലാം കൂടി ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്താൽ പിന്നെ അയാളെ ജയിപ്പിക്കണമെന്ന് പറയാം. അതുപോലെ അല്ല, ഞാനാണ് നേതാവേണ്ടത്, എന്നെ തെരഞ്ഞെടുക്കണമെന്ന് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ. ഇന്നക്കും സതഹരിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതൃത്വം ആഗ്രഹിക്കും. വസതകൂനു നദാമത്ത യൗമൽ ഖിയാമ, എന്നാ പരലോകത്ത് നിങ്ങൾക്ക് അത് ഖേദത്തിന് കാരണമായി തീരും. അപ്പൊ ഒരു വ്യക്തി ഞാനാണ് യോഗ്യൻ, എന്നെ തെരഞ്ഞെടുക്കണം എന്നൊരു വ്യക്തി പറയാൻ പാടില്ല. കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളാണ് ആവേണ്ടത്, നിങ്ങളാണ് അതിന് യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ കാണാം, ലാ തസ്അലിൽ ഇമാറ, നീ നേതൃത്വം ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക ഇൻ ഉഅതീതഹ അൻ ഗൈരി മസ്അലത്തിൻ, അത് ചോദിക്കാതെ നിനക്ക് നൽകപ്പെട്ടാൽ ഉഇൻത അലൈഹ, നീ സഹായിക്കപ്പെടും.
നീ അത് ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ അത് നിന്നിൽ ഏൽപ്പിക്കപ്പെടും. വളരെ കൃത്യമായി അത് നിർവഹിക്കേണ്ടി വരും. അപ്പൊ ചോദിച്ചു വാങ്ങിയാൽ അതിന്റെ പരലോകത്ത് അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിരിക്കും. ജനങ്ങൾ ഏൽപ്പിച്ചാലും പരമാവധി അതോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേതൃത്വത്തെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ എന്നത് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ സൗകര്യപ്രദമായ രൂപത്തിൽ ആവണം. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. അതോടൊപ്പം ഒരു വ്യക്തിയും ഞാനാണ് നേതാവാൻ അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മുന്നോട്ട് വരാൻ പാടില്ല. ജനങ്ങൾ നിങ്ങൾ സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചാൽ അങ്ങനെ നേതൃത്വത്തിലേക്ക് വരാവുന്നതാണ് എന്ന്. ഇനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കുറെ ആളുകൾ അംഗീകരിക്കുന്നവരുണ്ടാവും, കുറെ ആളുകൾ വിയോജിക്കുന്നവരുണ്ടാവും. ബൈഅത്ത് ചെയ്യുമ്പോൾ ചില ആളുകൾ ബൈഅത്ത് ചെയ്യാതെ വിട്ടു നിൽക്കുന്നവരുണ്ടാവും. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുക്കുമ്പോഴും ന്യൂനപക്ഷം എതിരുണ്ടാവുമല്ലോ. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും അയാളെ നേതാവായിട്ട് അംഗീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു നാമനിർദ്ദേശമാണെങ്കിലും അല്ലെങ്കിൽ ബൈഅത്താണെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുക്കുകയാണെങ്കിലും ഒക്കെ ഭൂരിപക്ഷം ഒരാളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്നതിനൊക്കെ എതിരുന്നുകൊണ്ട് അയാളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അയാൾ അമീറായിട്ട് അംഗീകരിക്കില്ല. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇസ്ലാം നിശ്ചയിച്ചതാണ്. അത് നിങ്ങൾക്ക് ഒരു നീഗ്രോ അടിമയാണ് നേതാവായി വരുന്നതെങ്കിലും ഇസ്മഉ വഅതിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അബ്ദുൻ വഹ്ശിയ്യുൻ, ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ മേൽ നേതാവായി വരുന്നതെങ്കിൽ പോലും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അയാളെ നേതൃത്വമായിട്ട് നേതാവായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുപോലെ തന്നെ പ്രത്യേകം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടില് കക്ഷി രാഷ്ട്രീയമായതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടില് ഈ പാർട്ടികളുടെ അടിസ്ഥാനത്തിലാണ് നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക. അങ്ങനെ പഞ്ചായത്തിലേക്ക്, വാർഡിലേക്ക് ഒക്കെ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുക, ആ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശപ്പെട്ട കാര്യങ്ങൾ അവനവന്റെ പാർട്ടിക്ക് മാത്രം നോക്കി കൊടുക്കുക. ഇതൊക്കെ നാളെ പരലോകത്ത് കഴുത്തിൽ ഭാരമായിട്ട്, കണ്ടഭാരമായിട്ട്, ശിക്ഷയായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മള് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കീഴിലുള്ള മുഴുവൻ ആളുകളും ഏത് പാർട്ടിയിൽപ്പെട്ടവനായാലും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് വകവെച്ച് കൊടുക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പൊ അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. നാളെ പരലോകത്ത് 7 വിഭാഗത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലുണ്ടാകുമെന്ന് പറഞ്ഞ ഒന്ന് ഇമാമുൻ ആദിലാണ്, നീതിമാനായ ഭരണാധികാരി. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന എന്താന്ന് ചോദിച്ചാല്, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാല് അവര് ഏതൊക്കെ ഒരു പക്ഷത്തുള്ളാണെങ്കിൽ ഏതൊരു പക്ഷത്തുള്ള ആൾക്ക് അർഹതപ്പെട്ടത് കിട്ടൂല. എന്ത് ആനുകൂല്യങ്ങളാണെങ്കിലും ഭവന നിർമ്മാണ പദ്ധതിക്ക് വരുന്ന സഹായങ്ങളായിരുന്നാലും മറ്റേത് കാര്യങ്ങളായിരുന്നാലും അത് അവനവന്റെ പാർട്ടിക്കാർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇസ്ലാമികമായിട്ട് ഒരിക്കലും അംഗീകരിക്കാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും നാളെ പരലോകത്ത് ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നൽ മുഖ്സിത്തീന ഇൻദല്ലാഹി, നീതി പാലിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അലാ മനാബിരി മിൻ നൂർ, പ്രകാശത്തിൽ നിന്നുള്ള ഒരു മിമ്പറിലായിരിക്കും. അല്ലദീ യഅദിലൂന ഫീ ഹുക്മിഹിം വഅഖിലിഹിം വമാ വലു, അവർ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ ആളുകളിലും അവരുടെ ഭരണത്തിലും എല്ലാം നീതി പാലിക്കുന്ന ആളുകൾ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശം കൊണ്ടുള്ള ഒരു മിമ്പറിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു താക്കീത് കാണാം നമുക്ക്. മാമിൻ അബ്ദിൻ യസ്തറഈഹി ഇല്ലാഹു റഗിയതൻ, ഒരു അടിമയെയും അള്ളാഹു ഏതാനും ആളുകളുടെ പ്രജകളുടെ കാര്യം ഭരണമായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നേതൃത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യമൂത്തു യൗമ യമൂത്തു വഹുവ ഗാശിൻ, അവൻ അനുയായികളെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് എന്നാണ്. അപ്പൊ നമ്മള്
കക്ഷി രാഷ്ട്രീയത്തിലാണ് എന്നതുകൊണ്ട് ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കാൻ പാടില്ല എന്ന് പറയാൻ നമ്മളെങ്കിലും ഉണ്ടാവണം. എങ്കിലേ ഇവിടെ ഒരു പരിധി വരെ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ നാട്ടിൽ വ്യാപകമാണ്. അവനവന്റെ പാർട്ടിക്കാർക്ക് മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാ നന്മകളെയും എതിർത്തുകൊണ്ട് മുടക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷമായി വിലങ്ങുതടിയായി നിൽക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അലൽ മർഇൽ മുസ്ലിമി അസ്സംഉ വത്താഅ ഫീമാ അഹബ്ബ വകരിഹ. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിലും വെറുക്കുന്ന കാര്യമാണെങ്കിലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത്, നേതൃത്വത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെ ബാധ്യതയാണ്. തിന്മയായ കാര്യം, അള്ളാഹുവിനോടുള്ള ധിക്കാരം കൽപ്പിക്കപ്പെട്ടാലല്ലാതെ. അള്ളാഹുവിന്റെ ദീനിനെതിരാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യേണ്ടതില്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളാണ് ഈ ഭരണരംഗത്തേക്കുള്ള. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും നിയമനിർദ്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്ക് കാണാം, ഒരു വിശ്വാസിയെ ഒരു കുതിര ഒരു കയറ് കൊണ്ട് കെട്ടപ്പെട്ട കുതിരയെ പോലെയാണെന്ന. അവന് പോകാവുന്ന ഏരിയക്ക് ഒരു പരിധി ഉണ്ടാകും. ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിൽ എന്ത് തമ്മാടിത്തവും വിളിച്ചു പറയാം, എന്ത് വൃത്തികേടും വിളിച്ചു പറയാം, ആരെയും പരിഹസിക്കാം, ആരെയും കുറ്റം പറയാം, കളവ് പറയാം. ഇതൊക്കെയാണ് സമൂഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ രാഷ്ട്രീയത്തില് മറ്റൊരുത്തരെ പരിഹസിക്കാൻ പാടില്ല. കാരണം ഖുർആൻ പറഞ്ഞതാണ് വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. അതുപോലെ തന്നെ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ പരിഹാസ പേര് വിളിച്ച് പരസ്പരം കുത്തുവാക്ക് പറഞ്ഞ് അവഹേളിക്കരുത്. കുത്തുവാക്ക് പറയുന്നവനും ആക്ഷേപിച്ച് സംസാരിക്കുന്നവനും നാശം. ഇത് രാഷ്ട്രീയത്തിലും അല്ലാത്ത നിലക്കും ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും ഒരു മുസ്ലിം പാലിക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിൽ എന്തും വിളിച്ചറിയാം, രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒരു വ്യക്തിയെ അപമാനിക്കാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അവിടെ വ്യക്തിയെ അപമാനിക്കലല്ല, അത് ഭരണത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക, അത് അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു വ്യക്തിയിൽ വന്നിട്ടുള്ള ന്യൂനതകൾ അത് മുഖ്യ വിഷയമായിട്ട് ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ന്യൂനതകൾ ഉണ്ടാവുമല്ലോ, അത്തരം ന്യൂനതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരാളെ അപമാനിച്ച് സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കാന്ന് പറഞ്ഞ പണി ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത. ഏത് കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവനായിരുന്നാലും ഒരു പാർട്ടിക്കാരും ഇവിടെ ശുദ്ധന്മാരൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല അതൊക്കെ. അപ്പൊ ഒരു വ്യക്തിയുടെ ന്യൂനത എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിൽ അപമാനിച്ച് നാറ്റിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് പറ്റിയ പണിയല്ല. ഒരു വ്യക്തിയുടെ ന്യൂനത നിങ്ങൾ മറച്ചു വെക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. അതുകൊണ്ട് വ്യക്തിപരമായി സംഭവിക്കുന്ന തെറ്റ് സംഭവിച്ച ആളുകളെയും കൊള്ളരുതാത്ത ആളുകളെയും മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ കുറിച്ച് സമൂഹത്തില് താറടിച്ച് അപമാനിച്ച് അവരെ നിന്ദിക്കുന്ന പണി ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ സംശുദ്ധ രാഷ്ട്രീയമായിരിക്കണം ഒരു മുസ്ലിമിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് അത് മാതൃകയായിരിക്കണം. ഒരു മുസ്ലിം നേതൃത്വത്തിലാണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കും എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കണം ഒരു മുസ്ലിമിന്റെ പെരുമാറ്റവും സമീപനവും. കളവ് പറയാൻ പാടില്ലെന്ന് ഖുർആൻ പറയുന്നതാണല്ലോ, അത് രാഷ്ട്രീയത്തിലും പാടില്ല, ഒരു രംഗത്തും പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, റസൂലെ യാ നബിയല്ലാഹ് ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി. റസൂലെ, നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും പുണ്യമായ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ധർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ നാവ് കാരണമായി പിടിച്ച് ശിക്ഷിക്കപ്പെടുമെന്നാണോ താങ്കൾ പറയുന്നത്? റസൂലിന്റെ മറുപടി എന്താണ്? പിന്നെ നാവിന്റെ കൊയ്ത്ത് കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാണ് നരകത്തിൽ മുഖം കുത്തി വീഴുക എന്നാ? അപ്പം ഒരു വ്യക്തിയുടെ കൊള്ളരുതായ്മ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു മുസ്ലിം തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവന്റെ ജീവിതം സംശുദ്ധമായിരിക്കണം, അവന്റെ ഇടപാടുകൾ സംശുദ്ധമായിരിക്കണം, അവന്റെ സാമ്പത്തിക രംഗം സംശുദ്ധമായിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃകാ യോഗ്യനായിരിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾ യോഗ്യനാണ് എന്ന് പറയാമല്ലോ. അതല്ലാതെ എതിർ പാർട്ടിയിലുള്ള ആള് വൃത്തികെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ
ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇസ്ലാം വ്യക്തികളെ നിങ്ങൾ അപമാനിക്കരുത്, അവരെ നിന്ദിച്ച് തരം താഴ്ത്തി സമൂഹത്തിൽ കൊള്ളരുതാത്തവനാക്കി ചിത്രീകരിക്കരുത്, അത് ഗുരുതരമായ പാപമാണ്, നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് അള്ളാഹു ഹിസ്ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കാതെ താന്തോന്നികളായിക്കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഖുർആൻ പറഞ്ഞു ഇസ്തഹബദ അലൈഹിമു ശൈത്വാൻ, പിശാചാണ് അവരിൽ ആധിപത്യം നേടിയിട്ടുള്ളത്. അവരുടെ മേൽ പിശാച് ആധിപത്യം നേടിയിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ അത് മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, അവർ ശൈത്താന്റെ പാർട്ടിയാണ്. അല അറിയുക, ഇന്ന ഹിസ്ബ ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ, ആ ശൈത്താന്റെ പാർട്ടിക്കാർ നഷ്ടക്കാരാകുന്നു. അപ്പൊ നമ്മൾ ശൈത്താന്റെ പാർട്ടിക്കാരാവാൻ പാടില്ല. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടുന്നവരാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലും സാമ്പത്തിക ഇടപാടുകളിലും നീതി നടപ്പിലാക്കുന്നിടത്തും എല്ലാ കാര്യത്തിലും വിശുദ്ധി വിശുദ്ധി പാലിക്കേണ്ടുന്നവരാണ്, കാത്തു സൂക്ഷിക്കേണ്ടുന്നവരാണ് വിശ്വാസികൾ എന്ന ബോധത്തോടുകൂടി എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്തും നമ്മൾ ഇടപെടുക. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികൾ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും അള്ളാഹു നമുക്ക് വളരെ കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട് എന്നാണ് നാം ഒന്നാം ഖുത്ബയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് ഈ സമൂഹത്തോട്, എല്ലാ തിന്മകളുടെയും കുത്തൊഴുക്കിൽ പെട്ട ഈ സമൂഹത്തോട് പറയാനെങ്കിലും ഇവിടെ ഒരു വിഭാഗം ഉണ്ടാവണം. അവര് ആ പറയുന്ന ആളുകൾ, പറയുന്ന വ്യക്തിയും പറയുന്ന സമൂഹവും ഒക്കെ കഴിവിന്റെ പരമാവധി ആ പറയുന്ന ആദർശമനുസരിച്ച് നിലനിൽക്കാൻ അവർക്ക് സാധിക്കണം. എങ്കിൽ സമൂഹത്തിന് പ്രകാശമായിക്കൊണ്ട്, മാർഗദർശനമായിക്കൊണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് ജീവിക്കുന്ന സാക്ഷികളായിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജനങ്ങൾക്ക് മാർഗദർശകരായിക്കൊണ്ട്, ജനങ്ങൾക്ക് സംസ്കാരത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നവരായിക്കൊണ്ട്, ജനങ്ങൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവരായിക്കൊണ്ട് നിലനിൽക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കും. അപ്പൊ ആ നിലക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിലും ഒക്കെ ഒരു മുസ്ലിമിന് ഒന്നാമതായി അവൻ മുസ്ലിമാണ് എന്ന ബോധം ഉണ്ടാവണം. അവന്റെ വിശ്വാസ ആദർശത്തിന് എതിരാണ് അവന്റെ പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ അവന്റെ സമൂഹത്തിന്റെ നിലപാടോ എങ്കിൽ ഒരു മുസ്ലിം തിരഞ്ഞെടുക്കുക അവന്റെ ഈമാനും അവന്റെ ആദർശവുമാണ്. പാർട്ടിയുടെ നിലപാട് എന്റെ ആദർശത്തിനെതിരാണെങ്കിൽ എന്റെ ദുനിയാവിലെ ജീവിതം പെട്ടെന്ന് അവസാനിക്കുന്നതാണ്, ഞാൻ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടുന്നവനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ തള്ളുന്നു, ഞാൻ എന്റെ ആദർശം സ്വീകരിക്കുന്നു. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. അതുപോലെ തന്നെ 4 വോട്ടിന് വേണ്ടി അവനവന്റെ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കുന്നവനല്ല ഒരു മുസ്ലിം. വേഷവിധാനത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ച വേഷവിധാനം സ്വീകരിച്ചത് കൊണ്ട് ഒരാൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നുവെങ്കിൽ വോട്ട് വേണ്ടെന്ന് തീരുമാനിക്കല്ലാതെ ആ വേഷവിധാനം, ഇസ്ലാം പറഞ്ഞ വേഷവിധാനം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇങ്ങനെ ഏത് രംഗത്തും അവനവന്റെ ദീനിനും അവനവന്റെ ഈമാനിനും പരലോകത്തിനും എതിരാവുന്ന കാര്യം സമൂഹത്തിൽ കാണുമ്പോ, അവനവന്റെ പാർട്ടിയിൽ കാണുമ്പോ
പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ദീനിന് ഈമാനിന് പ്രാധാന്യം നൽകും. അല്ലാത്തവർ അവനവന്റെ പാർട്ടിക്ക് അടിമകളായിട്ടുള്ള ആളുകൾ പാർട്ടിക്ക് വിധേയത്വം കാണിക്കും. അപ്പൊ ഏത് നിലക്കാണെങ്കിലും, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളം തിരക്കുകളുള്ളതായിരിക്കും. ഏത് തിരക്കുകൾക്കിടയിലും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വിട്ടുപോവാത്ത അവന്റെ തിരക്കുകൾ ഒരിക്കലും അവന്റെ ഇബാദത്തുകൾക്ക് തടസ്സമാവുകയില്ല. ദീനുമായുള്ള ബന്ധത്തിന് തടസ്സമാവുകയില്ല, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമാവില്ല. അപ്പൊ ഇബാദത്തുകൾക്ക് തടസ്സമാവാൻ പാടില്ല. ഒന്നാം സ്ഥാനം അള്ളാഹുവിന്റെ ദീനിന് നൽകണം. ആ നിലക്ക് ജീവിക്കുന്നവനായിരിക്കണം വിശ്വാസി. ദീനിനും ആദർശത്തിനും എതിരായ എന്ത് കാര്യം എവിടെ കണ്ടാലും അവിടെ ദീന് തെരഞ്ഞെടുക്കുന്നവനായിരിക്കണം വിശ്വാസി. അത്തരത്തിലുള്ള ആളെ കുറിച്ചാണ് ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി. അലാ അറിയുക, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പാർട്ടിയാണ് വിജയിച്ചവർ. അപ്പൊ വിജയിച്ചവരുടെ പാർട്ടിയിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഭൗതിക ലോകം വെല്ലും സാഹിലാണ്, നീങ്ങിപ്പോകുന്ന നിഴലാണ്, പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് എന്ന ബോധത്തോടുകൂടി ആദർശം മുറുകെ പിടിക്കുക. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അവനവനിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളോട് പരമാവധി നീതി പുലർത്താൻ സാധിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങൾ ഏവരെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ നാട്ടിൽ വിശ്വാസികൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം നീ ഉണ്ടാക്കി തരണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് ഏവർക്കും നീ രണ്ട് ലോകത്തും ജീവിത വിജയം നൽകണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.